ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2 months ഒക്കെ ആയിട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട്. ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്രൈഡേ ആണ്. ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന്. ഒരു 3 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ആകുന്നത് കേട്ടോ. അപ്പോൾ ഷെസു ഇവിടെ ഇല്ല, ഷെസു ക്ലാസ്സിൽ പോയേക്കാണ്. അപ്പോൾ ഒരു 5 മണിയാകുമ്പോഴേക്കും ഷെസുവിന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുന്നേ ആയിട്ട് ലഞ്ചും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടൈമിങ് ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ എണീക്കുന്നത് ലേറ്റ് ആയിട്ടാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അതുകൊണ്ട് തന്നെ ലേറ്റാണ്. അതാണ് ഞാൻ ഈ ലഞ്ച് വൈകുന്നേരം സമയങ്ങളിലാക്കുന്നത് കേട്ടോ. പിന്നെ ഷെസു ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് നോക്കേണ്ടതില്ല. അതുകൊണ്ടിട്ട് പിന്നെ അത്രക്ക് കൂളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -20, -24 ഒക്കെയാണ് മാക്സിമം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷെസുവിൻ്റെ ഇവിടുത്തെ ജീൻസും പാൻസൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇടാൻ പറ്റിയതല്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഫ്ലീസിൻ്റെ കുറച്ച് പാൻസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാനഡ പോസ്റ്റ് ഒരു 2 months ഒക്കെ ആയി, ഓൾമോസ്റ്റ് 2 months അടുത്തായി. ഇവിടെ സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാർസൽ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കയ്യിൽ കിട്ടിയപ്പോഴാണെങ്കിൽ ആ സംഭവം കുറച്ച് സൈസിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വച്ചിട്ടുള്ളതാണ് കേട്ടോ. ഷെസുവിനെ വിളിക്കാൻ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. ശരിക്കും 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ ഞാൻ റെഡിയാകാൻ വേണ്ടി പോണത്. ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇവിടുത്തെ സ്കിൻ കെയർ മസ്റ്റാണ്. സോ ഞാൻ ഒരു മോയ്സ്ചറൈസറും ലിപ്പിൻ്റെ കെയറും മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. സോ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് അതിൻ്റെ പ്ലേസ്. പക്ഷേ ഇതൊന്നും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ സമ്മതിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ആ വേസ്റ്റ് ഒരാഴ്ചയായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സമയം കറക്റ്റ് 5 മണിയായിട്ടാണ് കേട്ടോ. എനിക്ക് ശരിക്കും തിരിച്ച് ബസ്സിന് വരാനുള്ള ടൈം നോക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. കാരണം ഷെസുവിനെയും കൊണ്ട് തിരിച്ച് നടക്കാന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. എനിക്ക് ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പിന്നെ ഈ നേരം ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങും കേട്ടോ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൽ മാക്സിമം ഇരുട്ട് ആവുക എന്നുള്ളത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇവനിക്ക് നടന്ന് വീട്ടിലേക്ക് പോകണമെന്നാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഉള്ള ഡിമാൻഡ്. പക്ഷേ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം 5 മിനിറ്റാണ് നമുക്ക് വീട്ടിലേക്കുള്ളൂ. എന്നാലും ഇവിടെ സ്നോ വീണ് കിടക്കുന്നതുകൊണ്ട് എല്ലാം ഐസായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നടന്ന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ബസ്സിന് കയറി തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് കേട്ടോ. Yes. Okay. കറക്റ്റ് അവനെ വിളിച്ചിറങ്ങുമ്പോൾ തന്നെയാണ് കേട്ടോ ബസ് വരുന്നത്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനിക്ക് ഈ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൃതിയാണ്. നോ, it's wrong. No, Shizu. Okay, open the door. Switch on the light. Eh? Okay, done.
അങ്ങനെ വീടെത്തിക്കഴിഞ്ഞാൽ നേരെ ഷെസ് പോയി TV ഓണാക്കും. TV ഓണാക്കിയിട്ട് അവിടെ ഇരുന്ന ആൾ കാണുമൊന്നുമില്ല. TV ഓണാക്കിയ ഒരു സ്ഥലത്ത് അവനിക്ക് വെക്കണം എന്നുള്ളത് അവൻ്റെ നിർബന്ധമാണ് കേട്ടോ. പിന്നെ അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനെടുത്ത് കളിയായിരിക്കും. അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം പോകുന്ന സമയത്ത് എനിക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു. രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഷെസുവിന് മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ തണുപ്പായതിൻ്റെ പേരിൽ എനിക്ക് ബെഡിൽ നിന്ന് എണീറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. എണീച്ച് കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തണം. അതാണ് ആളുടെ പരിപാടി. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഐസ്ക്രീം തരാമെന്നുള്ളത് കേട്ടോ. അപ്പം അത് കൊടുക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പരാതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ടീച്ചർ സർപ്രൈസ് ഒന്നും കൊടുത്തില്ല എന്ന്. അവൻ എല്ലാ ദിവസവും ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് അപ്പം തുടങ്ങി അവൻ്റെ മൈൻഡിലുള്ളതാണ് സ്കൂളിൽ ചെന്നാൽ അവനിക്ക് സർപ്രൈസ് കിട്ടുന്നുള്ളത്. അങ്ങനെ ഐസ്ക്രീം കൊടുത്ത സന്തോഷത്തിലാണ് ഈ വന്നുള്ള ഈ ഒരു ഹഗ് കേട്ടോ. അപ്പം അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് വീണ്ടും ബിസിയായി. രാവിലെ ഷെസ് പോയി കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് ക്ലീൻ ആക്കണതിനെ പറ്റി. ഷെസ് വന്നാൽ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ നിരത്തി അങ്ങനെ തന്നെ ഇടും. കുറേ അധികം ടോയ്സൊക്കെ ഞാൻ അവൻ കാണാതെ എടുത്ത് വെച്ചേക്കാണ്ട്. കാരണം ഇത് പറക്കി എനിക്കിപ്പോൾ ടോയ്സ് കണ്ടാൽ ദേഷ്യം വരുന്ന അവസ്ഥയായിട്ടാണ്. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാനങ്ങനെ കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ ഷെസ് വരുമ്പോഴാണ് കേട്ടോ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കുന്നത്. കാരണം അവൻ്റെ ക്ലാസ്സിൽ ഇവിടുത്തെ പിസ്സ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരിക്കും കൂടുതലും അവർക്ക് ലഞ്ചായിട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ അവനിക്ക് ചോറായിട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സ് ഷെസുവിന് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അവൻ്റെ പപ്പ സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നിയപ്പോൾ ഞാനത് കീപ്പ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. ഇവിടെ കിടക്കാൻ തന്നെ 1 മണി 1:30 ആവും. ഇതിപ്പോൾ സമയം ഒരു 12 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെസുവിന് അവൻ്റെ സ്കിന്നിൽ ചെറിയൊരു സ്കിൻ കെയർ എന്നുള്ള രീതിക്ക് ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഇത്. അവൻ ഫേസിൽ ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ അവനിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവൻ്റെ ക്ലൈമറ്റും കൊണ്ട് അവൻ്റെ ഫേസ് മൊത്തം ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് അവനിക്കിപ്പോൾ ഡെയിലി അത് യൂസ് ആക്കാറുണ്ട്. അപ്പം നല്ല ചേഞ്ച് ഉണ്ട്. അങ്ങനെ കിടക്കാൻ നേരത്താണ് ഞാൻ എൻ്റെ കണ്ടൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞപ്പം എൻ്റെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വെക്കേഷനാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഒരു പോർട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് അവർ മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.